ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ന്യൂഡൽഹിയിൽ നടക്കുന്ന കൌടില്യ സാമ്പത്തിക സമ്മേളനത്തിന്റെ 3ാം പതിപ്പിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. 15ാം കേരള നിയമസഭയുടെ 12ാം സമ്മേളനത്തിന് തുടക്കമായി. വയനാട്, കോഴിക്കോട് ഉരുൾപൊട്ടൽ ദുരന്തങ്ങളിൽ മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. അടിക്കടിയുണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളെ പ്രതിരോധിക്കാൻ സർക്കാർ നിരന്തരം ശ്രമിക്കുകയാണെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ. ഉരുൾപൊട്ടൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ്. തിരുപ്പതി ലഡുവിൽ മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ചെന്ന ആരോപണം പ്രത്യേക സംഘം അന്വേഷിക്കണമെന്ന് സുപ്രീംകോടതി. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ ന്യൂസിലൻഡ് പോരാട്ടം. വാർത്തകൾ വിശദമായി. കൌടില്യ സാമ്പത്തിക സമ്മേളനത്തിന്റെ 3ാം പതിപ്പിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. സമ്മേളനം ഞായറാഴ്ച സമാപിക്കും. ഹരിത പരിവർത്തനത്തിന് ധനസഹായം നൽകൽ, ഭൌമ സാമ്പത്തിക വിഘടനവും പ്രത്യാഘാതങ്ങളും, പ്രതിരോധ ശക്തി നിലനിർത്തുന്നതിനുള്ള നയങ്ങൾ നടപ്പിലാക്കുക തുടങ്ങിയവ ചർച്ചയാകും. 15ാം കേരള നിയമസഭയുടെ 12ാം സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി. വയനാട്, കോഴിക്കോട് ഉരുൾപൊട്ടൽ ദുരന്തങ്ങളിൽ മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചാണ് സമ്മേളനം ആരംഭിച്ചത്. സമാനതകളില്ലാത്ത മഹാദുരന്തമാണ് വയനാട്ടിലുണ്ടായതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ജനങ്ങളും സന്നദ്ധ പ്രവർത്തകരും ഭരണകൂടവും ഉൾപ്പെടെ എല്ലാവരും ഒത്തുചേർന്ന രക്ഷാപ്രവർത്തനത്തിൽ നിരവധി ജീവനുകൾ രക്ഷിക്കാനായെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഫലമായി അടിക്കടി പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന നാടായി കേരളം മാറുന്നു. ഇത്തരം ദുരന്തങ്ങളെ പ്രതിരോധിക്കാനും അവയുടെ ആഘാതം പരമാവധി ലഘൂകരിക്കാനും സംസ്ഥാന സർക്കാർ ക്ലൈമറ്റ് ചേഞ്ച് അഡാപ്റ്റേഷൻ മിഷൻ രൂപീകരിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ആഗോളതാപനത്തിന്റെയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും ഫലമായി പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന നാടായി കേരളം മാറുന്നു. ഇനിയും ആവർത്തിക്കപ്പെടാൻ സാധ്യതയുള്ള ഇത്തരം ദുരന്തങ്ങളെ പ്രതിരോധിക്കാനും അവയുടെ ആഘാതം പരമാവധി ലഘൂകരിക്കാനും സംസ്ഥാന സർക്കാർ ഒരു ക്ലൈമറ്റ് ചേഞ്ച് അഡാപ്റ്റേഷൻ മിഷൻ രൂപീകരിച്ചിട്ടുണ്ട്. കേരള കേന്ദ്രീകൃത ഗവേഷണങ്ങൾ നടത്താനായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് സ്റ്റഡീസ് എന്ന സ്ഥാപനത്തിന് തുടക്കം കുറിച്ചിട്ടുമുണ്ട്. വയനാട്, കോഴിക്കോട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അഭിപ്രായപ്പെട്ടു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാകരുതെന്നും മാതൃകാപരമായ ദുരിതാശ്വാസ പ്രവർത്തനമാണ് വേണ്ടതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കേന്ദ്ര സർക്കാർ സഹായം ലഭിക്കാത്തത് ദൌർഭാഗ്യകരമാണെന്നും VD സതീശൻ വ്യക്തമാക്കി. കേരള ചരിത്രത്തിലെ ഏറ്റവും മാരകമായ പ്രകൃതി ദുരന്തമാണ് വയനാട്ടിലുണ്ടായതെന്ന് സ്പീക്കർ AN ഷംസീർ പറഞ്ഞു. മറാഠി, പാലി, പ്രാകൃത്, അസമീസ്, ബംഗാളി ഭാഷകൾക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി നൽകുന്നതിൽ സന്തോഷം പങ്കുവച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന്റെ ചരിത്രത്തെയും സംസ്കാരത്തെയും സർക്കാർ പരിപോഷിപ്പിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. ചെന്നൈ മെട്രോ 2ാം ഘട്ടത്തിന് അംഗീകാരം നൽകാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം മേഖലയിലെ ട്രാഫിക് പ്രശ്നങ്ങൾക്ക് പരിഹാരമേകുമെന്നും സുസ്ഥിരതയും സാമ്പത്തിക വളർച്ചയും പ്രദാനം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുപ്പതി ലഡുവിൽ മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ചെന്ന ആരോപണം CBI ഡയറക്ടറുടെ മേൽനോട്ടത്തിൽ സ്വതന്ത്ര ചുമതലയുള്ള പ്രത്യേക സംഘം അന്വേഷിക്കണമെന്ന് സുപ്രീംകോടതി ഉത്തരവ്. 2 CBI ഉദ്യോഗസ്ഥരും ആന്ധ്രാപ്രദേശ് പോലീസിലെ 2 ഉദ്യോഗസ്ഥരും ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ മുതിർന്ന ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ടതായിരിക്കും പ്രത്യേക സംഘം. ജസ്റ്റിസ് BR ഗവായ് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. തിരുവനന്തപുരത്ത് നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ഇന്നലെ തലസ്ഥാനത്തെത്തിയ നവരാത്രി വിഗ്രഹ ഘോഷയാത്രയ്ക്ക് ഭക്തി നിർഭരമായ വരവേൽപ്പ് നൽകി. രാത്രിയോടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിലെത്തിയ സരസ്വതി വിഗ്രഹം നവരാത്രി മണ്ഡപത്തിലെ നല്ലിരിപ്പ് മുറിയിൽ പൂജയ്ക്കിരുത്തി. ഇന്ന് കുതിരമാളികയിലെ നവരാത്രി മണ്ഡപത്തിൽ ഉടവാളിനൊപ്പം സരസ്വതി വിഗ്രഹത്തെ പൂജയ്ക്കിരുത്തും. സരസ്വതി വിഗ്രഹത്തെ അനുഗമിച്ചെത്തിയ വേളിമല കുമാരസ്വാമിയെ ആര്യശാല ഭഗവതി ക്ഷേത്രത്തിലേക്കും 300 നങ്കയെ ചെന്തിട്ട ഭഗവതി ക്ഷേത്രത്തിലേക്കും കൊണ്ടുപോയി. മലപ്പുറം ജില്ലയിലെ പ്രധാന നവരാത്രി ആഘോഷമായ തപസ്യ നവരാത്രി സംഗീതോത്സവത്തിന് ഇന്ന് വൈകിട്ട് തുടക്കമാകും. എടപ്പാൾ ശുഗപുരം കുളങ്കര ദേവീക്ഷേത്ര സന്നിധിയിലാണ് വേദി. ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന പെരുമ്പറമ്പ് ക്ഷേത്രത്തിലും നവരാത്രി ആഘോഷത്തിന് ഇന്ന് തുടക്കമാകും. നാദാപുരം തൂണേരിയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകനായ ഷിബിനെ കൊലപ്പെടുത്തിയ കേസിൽ 8 പ്രതികൾ കുറ്റക്കാരാണെന്ന് ഹൈക്കോടതി. കേസിലെ 1 മുതൽ 6 വരെ പ്രതികളെയും 15, 16 പ്രതികളെയുമാണ് കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. കേസിലെ 18 പ്രതികളിൽ 17 പേരെ കീഴ്ക്കോടതി വെറുതെ വിട്ടിരുന്നു. ഇതിനെതിരെ സർക്കാർ സമർപ്പിച്ച അപ്പീലിലാണ് ഹൈക്കോടതി ഉത്തരവ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. 56 വർഷം മുൻപ് ഹിമാചൽ പ്രദേശിലെ റോത്താങ് പാസിൽ വിമാന അപകടത്തിൽ മരണമടഞ്ഞ സൈനികൻ തോമസ് ചെറിയാന്റെ സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ ഇന്ന് നടക്കും. ഉച്ചയ്ക്ക് 2-ന് പത്തനംതിട്ട ഇലന്തൂർ കാരൂർ സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലാണ് സംസ്കാരം. തോമസ് ചെറിയാന് ആദരം അർപ്പിക്കുന്നതായി മുഖ്യമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്നലെ തിരുവനന്തപുരത്തെത്തിച്ച മൃതദേഹം ഇന്ന് രാവിലെ സൈനിക അകമ്പടിയോടെ അദ്ദേഹത്തിന്റെ ജന്മനാടായ ഇലന്തൂരിൽ എത്തിച്ചു. ഇടുക്കിയിലെത്തുന്ന വിനോദസഞ്ചാരികളെ ആകർഷിച്ച് പൊന്മുടി നാടുകാണി വ്യൂ പോയിന്റ്. സദാസമയവും വീശിയടിക്കുന്ന കാറ്റും ദൂരേക്കുള്ള പരന്ന കാഴ്ചകളുമാണ് നാടുകാണിയിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്നത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഇടുക്കിയിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രങ്ങളിലൊന്നാണ് പൊന്മുടി ജലാശയം. അണക്കെട്ടിലെ കാഴ്ചകളും ബോട്ടിംഗും ഒക്കെ ആസ്വദിക്കാനായി നിരവധി സഞ്ചാരികളാണ് ഇവിടേക്ക് എത്തുന്നത്. പൊന്മുടി ജലാശയത്തോട് ചേർന്ന് കിടക്കുന്ന സഞ്ചാരികളെ ആകർഷിക്കുന്ന മറ്റൊരു കേന്ദ്രമാണ് നാടുകാണി വ്യൂ പോയിന്റ്. മലഞ്ചെരുവുകളാൽ സമ്പന്നമായ ഹൈറേഞ്ചിന്റെ മനമയക്കും വിദൂര കാഴ്ചയാണ് നാടുകാണി വ്യൂ പോയിന്റ് സമ്മാനിക്കുന്നത്. മഴ കുറഞ്ഞതോടെ നാടുകാണിയിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണവും വർദ്ധിച്ചു. കാഴ്ചകൾ കണ്ടും ചിത്രങ്ങൾ പകർത്തിയും ഏറെ സമയം ചിലവഴിച്ചാണ് സഞ്ചാരികൾ ഇവിടെ നിന്നും മടങ്ങാറ്. ചലച്ചിത്ര നടൻ മോഹൻരാജിന് സാംസ്കാരിക കേരളത്തിന്റെ അന്ത്യാഞ്ജലി. മോഹൻരാജിന്റെ ഭൌതികദേഹം കാഞ്ഞിരംകുളം ദൃശ്യ ഓഡിറ്റോറിയത്തിൽ ഇപ്പോൾ പൊതുദർശനത്തിന് വച്ചിരിക്കുകയാണ്. കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ മോഹൻരാജിന് അന്തിമോപചാരം അർപ്പിക്കാനെത്തി. പൊതുദർശനത്തിന് ശേഷം വൈകുന്നേരം 5 മണിയോടെ കാഞ്ഞിരംകുളത്തെ വീടിനു സമീപം സംസ്കാര ചടങ്ങുകൾ നടക്കും. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ന്യൂസിലൻഡിനെ നേരിടും. രാത്രി 7:30-ന് ദുബായിലാണ് മത്സരം. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്. 1.5 പതിറ്റാണ്ടുകാലം ഇന്ത്യൻ ടീമിലെ സാന്നിധ്യമായി തുടരുന്ന ക്യാപ്റ്റൻ ഹർമൻ പ്രീതിന് ഈ ലോകകപ്പ് ഏറെ പ്രതീക്ഷയുടേതാണ്. പരിചയ സമ്പത്തിനൊപ്പം യുവത്വത്തിന്റെ കരുത്തു നിറയുന്ന ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ സ്മൃതി മന്ദാനയാണ്. സ്മൃതിയും ഷഫാലി വർമ്മയും ഓപ്പണർമാരായി എത്തുന്ന ഇന്ത്യയുടെ ബാറ്റിംഗ് നിര വളരെ ശക്തമാണ്. 15-അംഗ ടീമിൽ വയനാട് നിന്നുള്ള സജ്ജന സജീവനും തിരുവനന്തപുരത്തുകാരി ആശാ ശോഭനയും മലയാളി സാന്നിധ്യമായുണ്ട്. സോഫി ഡൈവൺ നയിക്കുന്ന ന്യൂസിലാൻഡ് കരുത്തുറ്റ നിരയുമായാണ് എത്തുന്നത്. പാകിസ്ഥാൻ, ശ്രീലങ്ക, ഓസ്ട്രേലിയ തുടങ്ങിയവരാണ് ഗ്രൂപ്പിൽ ഇന്ത്യയുടെ മറ്റ് എതിരാളികൾ. ഉച്ചയ്ക്ക് നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസ് ദക്ഷിണാഫ്രിക്കയെ നേരിടും. ISL ഫുട്ബോളിൽ ഇന്ന് ഗോവ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും. രാത്രി 7:30-ന് ഗോവയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ മത്സരം സമനിലയിൽ അവസാനിച്ചു. 2 ഗോൾ നേടി മുന്നിൽ നിന്ന ബ്ലാസ്റ്റേഴ്സിനെ ആദ്യ പകുതിയിൽ തന്നെ ഒഡീഷ സമനിലയിൽ തളച്ചു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ട വിമാനത്തിൽ പുക കണ്ടെത്തിയതിനെ തുടർന്ന് വിമാനം തിരിച്ചിറക്കി. മസ്കറ്റിലേക്കുള്ള എയർ ഇന്ത്യ വിമാനത്തിലെ എഞ്ചിനിലാണ് ടേക്ക് ഓഫിന് മുൻപ് പുക കണ്ടത്. ആശങ്ക വേണ്ടെന്നും അല്പസമയത്തിനകം ഇതേ വിമാനം യാത്ര തുടരുമെന്നും എയർ ഇന്ത്യ കമ്പനിയും തിരുവനന്തപുരം വിമാനത്താവള അധികൃതരും അറിയിച്ചു. യാത്രക്കാരുടെ തിരക്ക് കണക്കിലെടുത്ത് കൊല്ലം എറണാകുളം മെമു സർവീസ് തിങ്കളാഴ്ച ആരംഭിക്കും. കോട്ടയം വഴിയായിരിക്കും സർവീസെന്ന് ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷൻ അറിയിച്ചു. റിസർവേഷൻ ഇല്ലാത്ത മെമു എക്സ്പ്രസ് പ്രത്യേക സർവീസ് അടുത്ത മാസം 29 വരെ തുടരും. രാവിലെ 6:15-ന് കൊല്ലത്ത് നിന്ന് ആരംഭിക്കുന്ന സർവീസ് 9:35-ഓടെ എറണാകുളത്തെത്തും. തിരിച്ച് 9:50-ന് യാത്ര പുറപ്പെടുന്ന മെമു ഉച്ചയ്ക്ക് 1:30-ന് കൊല്ലത്ത് എത്തിച്ചേരും. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുന്റെ കുടുംബം നൽകിയ പരാതിയിൽ ചേവായൂർ പോലീസ് കേസെടുത്തു. സാമൂഹിക മാധ്യമങ്ങളിലൂടെ അപകീർത്തികരമായ പ്രചാരണം നടത്തുന്നതായ പരാതിയിലാണ് കേസ്. ലോറി ഉടമ മനാഫിനെതിരെയും കേസെടുത്തിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 372 പോയിന്റ് ഉയർന്ന് 82,943-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 85 പോയിന്റ് നേട്ടത്തിൽ 25,347-ലും വ്യാപാരം തുടരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ന്യൂഡൽഹിയിൽ നടക്കുന്ന കൌടില്യ സാമ്പത്തിക സമ്മേളനത്തിന്റെ 3ാം പതിപ്പിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. 15ാം കേരള നിയമസഭയുടെ 12ാം സമ്മേളനത്തിന് തുടക്കമായി. വയനാട്, കോഴിക്കോട് ഉരുൾപൊട്ടൽ ദുരന്തങ്ങളിൽ മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. അടിക്കടിയുണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളെ പ്രതിരോധിക്കാൻ സർക്കാർ നിരന്തരം ശ്രമിക്കുകയാണെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ. ഉരുൾപൊട്ടൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ്. തിരുപ്പതി ലഡുവിൽ മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ചെന്ന ആരോപണം പ്രത്യേക സംഘം അന്വേഷിക്കണമെന്ന് സുപ്രീംകോടതി. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ ന്യൂസിലൻഡ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.